അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൻ നബഅ 37-ാമത്തെ സൂക്തം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബിസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമർ റഹ്മാൻ ലാ യംലികൂന മിൻഹു ഖിത്വാബ. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ളതിൻ്റെയും നാഥനാണവൻ, പരമകാരുണികനാണവൻ. അവനോട് ആർക്കും സംഭാഷണം നടത്താൻ ആവുകയില്ല. റബ്ബി നാഥനാണവൻ, അസ്സമാവാത്തി ആകാശങ്ങളുടെ, വൽ അർളി ഭൂമിയുടെയും, വമാ ബൈനഹുമ അവ രണ്ടിനും ഇടയിലുള്ളതിൻ്റെയും, അർ റഹ്മാൻ പരമകാരുണികനാണവൻ, ദയാപരനാണവൻ. ലാ യംലിക്കൂന അധീനപ്പെടുത്തുകയില്ല, ഉടമപ്പെടുത്തുകയില്ല, മിൻഹു അവനിൽ നിന്നും, ഖിത്വാബ സംഭാഷണം. സ്വർഗത്തിൽ ലഭ്യമാകുന്ന സുഖാനുഭൂതികളെയും അനുഗ്രഹങ്ങളെയും കുറിച്ച് പരാമർശിച്ച ശേഷം ജിസാ മിർ റബ്ബിക അതാൻ ഇസാബ, നിന്റെ റബ്ബിൽ നിന്നുള്ള പ്രതിഫലമാണ്, ദാനമാണ് എന്നാണ് മുൻ സൂക്തത്തിൽ സൂചിപ്പിച്ചത്. ഏത് റബ്ബിൽ നിന്ന്? ആ റബ്ബ് ആരാണ് എന്നാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. റബ്ബിസ് സമാവാത്തി വൽ അർള്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും നാഥനാണവൻ. ആകാശങ്ങൾ വാഴുന്ന, അവിടെയുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്ന, മനുഷ്യരുമായ ഭൂമിയിലെ വ്യവഹാരങ്ങളുമായ ഒരു ബന്ധവുമില്ലാത്ത, അതെന്തോ ആവട്ടെ എന്ന് കരുതുന്ന ഒരു റബ്ബല്ല, ഒരു നാഥനല്ല, രക്ഷിതാവല്ല. മറിച്ച് ഭൂമിയിലും ഇടപെടുന്ന, ഭൂമിയുടെയും നാഥനായ രക്ഷിതാവാണ്. പമാ ബൈനഹുമ ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഇടയിൽ എന്തെല്ലാമുണ്ടോ എല്ലാറ്റിൻ്റെയും നാഥൻ അവനാണ്. റഹ്മാൻ അവൻ പരമകാരുണികനാണ്. അള്ളാഹുവിൻ്റെ ഏറ്റവും വിശേഷപ്പെട്ട 2 ഗുണങ്ങളാണ് റഹ്മാൻ, റഹീം എന്നത്. ഇവ തമ്മിൽ സൂക്ഷ്മമായ അർത്ഥവ്യത്യാസം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പൊതുവായി എല്ലാവരോടും കരുണ ചെയ്യുന്നവൻ എന്നതാണ് റഹ്മാൻ എന്നതിൻ്റെ അർത്ഥം. അത് ഭൂമിയുമായി ബന്ധപ്പെട്ടതാണ്. വിശ്വാസികളോട് പ്രത്യേകം കരുണ ചൊരിയുന്നവൻ എന്നതാണ് റഹീം എന്നതിൻ്റെ അർത്ഥം. ആ യംലിക്കൂന മിൻ ഖിത്വാബ, അള്ളാഹുവോട് അന്ന് ആർക്കും സംസാരിക്കാൻ പറ്റില്ല. പരലോകത്തെ വിചാരണ സഭ, അള്ളാഹുവിൻ്റെ കോടതി, മഹ്ശർ, അത് അത്യന്തം ഭീതിതമായിരിക്കും, അങ്ങേറ്റം ഗൗരവം നിറഞ്ഞതായിരിക്കും. ആരും അള്ളാഹുവോട് സംസാരിക്കാൻ ധൈര്യപ്പെടുകയില്ല. ആർക്കും ശുപാർശ നടത്താനാവുകയില്ല. തങ്ങൾ ഭൂമിയിൽ ആരെയാണോ ആരാധിച്ചിരുന്നത്, അവർ നാളെ അവിടെ അള്ളാഹുവിൻ്റെ അടുക്കൽ തങ്ങൾക്ക് വേണ്ടി വാദിച്ച് തങ്ങളുടെ രക്ഷക്കെത്തും എന്നൊക്കെ വിശ്വസിച്ച് മുന്നോട്ട് പോയിരുന്ന ആളുകൾക്കുള്ള മറുപടി കൂടിയാണിത്. ആർക്കും നാഥനോട് സംസാരിക്കാനാവില്ല. റബ്ബിൻ്റെ പ്രത്യേക അനുമതി സിദ്ധിച്ചവരെക്കുറിച്ച് വരും സൂക്തത്തിൽ പറയുന്നുണ്ട്. പരലോകത്തിൻ്റെ വിചാരണ സഭയുടെ, അള്ളാഹുവിൻ്റെ കോടതിയുടെ അതീവ ഗൗരവപ്പെട്ട അവസ്ഥയെക്കുറിച്ചാണ് ആരും സ്വയം സംസാരിക്കാൻ ധൈര്യപ്പെടാത്ത സന്ദർഭമെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ 4 അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധയോടെ ഉച്ചരിക്കുക. ഹ, ഹ, ഖ, ഖ, ضاد ضاد طاء طاء. മിൻഹു സുക്കൂണുള്ള നൂനിന് ശേഷം ഹാ വന്നിരിക്കുന്നു. സുക്കൂണുള്ള നൂനിനോ തൻവീനോ ശേഷം 6 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ അവിടെ ഒട്ടും മണിക്കാതെ വെളിപ്പെടുത്തി ഓതണം. ഇൽഹാർ എന്നാണ് നിയമത്തിൻ്റെ പേര്. റബ്ബിസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമർ റഹ്മാൻ റബ്ബിസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമർ റഹ്മാൻ ലാ യംലികൂന മിൻഹു ഖിതാബാ ലാ യംലികൂന മിൻഹു ഖിതാബാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കരുണ ലഭിക്കുന്ന വിശ്വാസികളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.